അമലപ്പോളിനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇന്ത്യൻ പ്രണയകഥയിൽ ഞാൻ അമലപ്പോളിൻ്റെ അമ്മയുടെ ചെറുപ്പകാലമാണ് ചെയ്തത്. അപ്പോൾ അന്ന് സത്യൻ സാർ എന്നോട് പറയുന്നു അമലപ്പോളിൻ്റെ അമ്മയായി ഇരിക്കുന്നതെന്ന് അന്ന് പറയായിരുന്നു. പലപ്പോഴും പേജിലൊക്കെ ഇങ്ങനെ പ്രപ്പോസൽസ് വരാറുണ്ട്. അപ്പോൾ ഞാൻ വിഷ്ണുവിനെ വിളിച്ച് കാണിച്ചു കൊടുക്കും. പലപ്പോഴും വിഷ്ണുവിൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അതിന്. വീട്ടിൽ പോയി ഞങ്ങൾക്ക് ഇതാണ് പണി. വിഷ്ണുവിന് ഓരോ പിന്നെ ഫോട്ടോയൊക്കെ പരീക്ഷണം എങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ട് എന്നെയാണ് മോഡലാക്കി നിർത്താറ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു സിനിമയിൽ നിന്ന് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. ലൈറ്റ് ബോയ് മുതൽ സൂപ്പർ സ്റ്റാർ അടക്കം ഒരുപാട് പേര് സിനിമയിൽ നിന്ന് ജീവിക്കുന്നുണ്ട്. ഒരു സിനിമയുടെ റിലീസിങ്ങിന് നിന്ന് പോവാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ സൈഡിൽ ഒരു സിനിമ റിലീസാകുമ്പോൾ കടല വിൽക്കുന്നവർ വരെ അല്ല ജീവിച്ചു പോകുന്നവരാണ്. കാരണം മമ്മൂക്ക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. പുറത്തുനിന്ന് കേട്ട് മമ്മൂക്ക ഭയങ്കര സീരിയസ് ആണെന്ന് കേട്ടിരുന്നു. പക്ഷെ അന്ന് കണ്ടപ്പോൾ ഒന്നും ചെറിയ ക്യാരക്ടർ ആണെങ്കിലും ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ കൂടെയൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ പോകും. ഹാപ്പി വെഡ്ഡിങ് അങ്ങനെ വലിയൊരു ഹിറ്റൊന്നും ആയിരുന്നില്ലല്ലോ, പക്ഷെ അതിൽ നല്ലൊരു പേരാണ് കിട്ടിയത്. എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? എല്ലാവരും ഒന്ന് അനു സിത്താര എന്ന് അറിഞ്ഞു തുടങ്ങിയത് ഹാപ്പി വെഡ്ഡിങ്ങിലൂടെയാണ്. ഞാൻ ശരിക്കും സിനിമ ഷൂട്ട് കിടക്കുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഈ കോമഡിയൊക്കെ ഭയങ്കര വർക്കൗട്ട് ആവുമായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ചിരി വരുമായിരുന്നു. പക്ഷെ ഇത്രത്തോളം, അതായത് അത്രയും വലിയ സിനിമകളുടെ കൂടിയാണ് ഞങ്ങളുടെ ചെറിയൊരു സിനിമ റിലീസായത്. അപ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത്. എനിക്കത് ഫസ്റ്റ് ഒരാഴ്ച തിയേറ്ററിലൊന്നും ആളുണ്ടായിരുന്നില്ല. പിന്നെ ഓരോരുത്തർ കണ്ട് നല്ല റിവ്യൂസ് വന്നിട്ടാണ് ഹാപ്പി വെഡ്ഡിങ്ങിന് അത്രയും ഒരു നല്ല ഹിറ്റ് മൂവി ആയി തീർന്നത്. അപ്പം ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. പിന്നെ എന്തോ പ്രതീക്ഷിച്ചത് കിട്ടിയതുപോലെ തോന്നിയിരുന്നു. ഇത്ര പ്രതീക്ഷയേക്കാൾ കൂടുതൽ കിട്ടിയതുപോലെ തോന്നിയിരുന്നു. പെണ്ണ് പുഞ്ചിരിച്ച നേരം നെഞ്ചിൽ ലഡ്ഡു പൊട്ടി, നല്ല ബോംബ് പൊട്ടണ പോലെയുള്ളിൽ ലഡ്ഡു പൊട്ടി. അച്ചായൻസ് മൂവിയിൽ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് തന്നെ ഉണ്ട്. എങ്ങനെയായിരുന്നു ഇതിൽ വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അച്ചായൻസിലെ ഫസ്റ്റ് ഷോട്ട് എനിക്ക് പ്രകാശ് സാറിൻ്റെ കൂടെയായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മൾ അത്രയും റെസ്പെക്റ്റ് കൊടുക്കുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ, ടെൻഷൻ അടിച്ചിട്ട് എല്ലാം കൊളാവുമെന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ഭയങ്കര കൂളായിരുന്നു. പ്രകാശ് സാർ ആയാലും ജയറാമേട്ടൻ അത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഉണ്ണിയേട്ടൻ, ആദിൽ, സഞ്ജു, അമലാപ്പോൾ ഇപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഒരുമിച്ചുള്ള തുടങ്ങിയത്. ശരിക്കും ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സായിട്ടാണ് സിനിമയിൽ വരുന്നത്. ശരിക്കും അത് ഇപ്പോൾ വർക്കൗട്ട് ആവാൻ തുടങ്ങി ഞങ്ങളിൽ. അമലാപ്പോളിനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇന്ത്യൻ പ്രണയകഥയിൽ ഞാൻ അമലാപ്പോളിൻ്റെ അമ്മയുടെ ചെറുപ്പകാലമാണ് ചെയ്തത്. അപ്പോൾ അന്ന് സത്യൻ സാർ എന്നോട് പറയുന്നു അമലാപ്പോളിൻ്റെ അമ്മയായി ഇരിക്കുന്നതെന്ന് അന്ന് പറയായിരുന്നു. അപ്പം ഇന്ന് ഫ്രണ്ടായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അന്ന് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവരൊന്നും. അപ്പം ഇന്ന് പെട്ടെന്ന് കണ്ട് എനിക്ക് ഒരുമിച്ച് ഒരു ഫ്രണ്ട് അങ്ങനെ ഒരു രീതിയിൽ അഭിനയിക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ഇന്ത്യൻ പ്രണയകഥ ചെയ്യുമ്പോൾ 18-19 തോന്നുന്നു ആ ഒരു ഏജ്. അത് ശരിക്കും പറഞ്ഞാൽ പൊട്ടാസ് ബോംബാണ് എൻ്റെ ഫസ്റ്റ് മൂവി. അതിൽ അഭിനയിച്ച ചേട്ടനാണ് അന്നും എൻ്റെ കൂടെ ഇന്ത്യൻ പ്രണയത്തിന് പെയറായിട്ട് ചെയ്തത്. അപ്പോൾ ആ ചേട്ടനെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തോ സോങ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പൊട്ടാസ് ബോംബിലൊരു സോങ് കാണിച്ചു കൊടുത്തിട്ട് എന്നെ കണ്ടു. അപ്പോൾ സാറിന് എന്തോ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ഒരു ഫേസ് കിട്ടുന്നുണ്ടെന്ന് അന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് സാർ നേരിട്ട് വിളിക്കുകയായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ച് പറ്റിക്കുകയാണ്. അമ്മയൊക്കെ പറഞ്ഞു നിന്നെ ആരെ പറ്റിക്കുന്നതാണ്. കാരണം പൊട്ടാസ് ബോംബ് കഴിഞ്ഞ് അത്രയും ഒരു ഫേമസ്, ആ സിനിമ അത്ര ഫേമസ് ആയിരുന്നില്ല. ഒരാഴ്ച ചെറിയ സിനിമയായിരുന്നു അത്. അപ്പം പെട്ടെന്ന് സത്യൻ സാറിൻ്റെ ഒരു വിളി വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. ഫുക്രിയിൽ എന്തായിരുന്നു ക്യാരക്ടർ? ഫുക്രിയിലെ ക്യാരക്ടർ ആലിയ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഒരു മുസ്ലിം ഗേൾ, നല്ല ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടി. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതെ, കുറച്ച് സസ്പെൻസ് ഉണ്ട്. എനിക്കൊന്ന് ഫുക്രിയിൽ എനിക്ക് 2 ഗെറ്റപ്പ് ഉണ്ട്. ഹാപ്പി വെഡ്ഡിങ് ചെയ്ത സമയത്ത് തട്ടൊക്കെ ചുറ്റിയിട്ട് പുറത്തിറങ്ങുമ്പോൾ പെട്ടെന്നൊന്നും ആൾക്കാർക്ക് അങ്ങനെ മനസ്സിലാവില്ലായിരുന്നു. കുറേ നേരം നോക്കി നിന്നിട്ടാണ് ഷാഹിനി അല്ലേ എന്ന് ചോദിക്കാറ്. എനിക്കത് ഫുക്രി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം തട്ടത്തിലും വരുന്നുണ്ട്, പൂട്ടുവിട്ടിട്ടും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ 2 ലുക്കിലും വരുന്നതുകൊണ്ട് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവാനൊരു സാധ്യതയുണ്ട് ആരാണെന്നുള്ളത്. കാരണം ഫേസ് പെട്ടെന്ന് മാറും ഓരോ കോസ്റ്റ്യൂമിലും. എനിക്ക് സിദ്ദി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എനിക്ക് സാറിൻ്റെ സിനിമ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സാറിനെ കാണണം, പരിചയപ്പെടണം എന്നൊക്കെ. കാരണം ചെറുപ്പത്തിൽ ഒരു 10th പഠിക്കുമ്പോൾ എൻ്റെ അച്ഛനെ അഭിനയിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഒരു നാടക നടൻ കൂടി ആയതുകൊണ്ട്. അപ്പോൾ അന്നത്തെ സമയത്ത് സാറിൻ്റെ ഒരു മെയിൽ ID ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ അച്ഛൻ ഫോട്ടോ ഇങ്ങനെ അയച്ചു കൊടുക്കുമായിരുന്നു സാറിന് മെയിലിൽ. പക്ഷെ അന്ന് എനിക്ക് അറിയില്ല സാറ് ശ്രദ്ധിച്ചു കാണാൻ, ഞാൻ ചെറുതാന്ന്.
പക്ഷെ പെട്ടെന്ന് സാറ് നേരിട്ട് വിളിക്കായിരുന്നു. നമ്മുടെ പ്രൊഡ്യൂസർ ആൻഡ്രോ ചേട്ടനാണ് എൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത് ഫുക്രിയിലേക്ക് വേണ്ടിയിട്ട്. സാറ് നേരിട്ട് വിളിച്ചപ്പോൾ എന്തോ ഒരു ആഗ്രഹം നടന്ന പോലെ ഒരു ഫീലായിരുന്നു എനിക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് സാറിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. കാരണം ഹിന്ദി, തമിഴ്, മലയാളം എല്ലായിടത്തും നല്ലൊരു പേര് സാറിനുണ്ട്. അപ്പോൾ സാറിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. പിന്നെ ഭയങ്കര കൂളായിരുന്നു സാറ്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അത്രയും വലിയൊരു ഡയറക്ടറിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അറിയില്ലല്ലോ. ഒരു വലിയ സിനിമയാണ് ഞാൻ ചെയ്തതിൽ വെച്ച് നോക്കുമ്പോൾ, വലിയൊരു സിനിമയാണ് എനിക്ക് ഫുക്രി. അപ്പോൾ പിന്നെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു നല്ല. പക്ഷേ സാറ് ഭയങ്കര കൂളായിരുന്നു. നമുക്ക് ഓരോ സീനൊക്കെ വന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സ്നേഹം തോന്നുമായിരുന്നു സാറിനോട്. ഭയങ്കര പാവമാണ് സാറ്. ജയേട്ടനായാലും അത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. മമ്മൂട്ടി മോഹൻലാലിന്റെ വലിയ ഫാനാണെന്ന് പറഞ്ഞല്ലോ. അതെ, മമ്മൂക്കയും ലാലേട്ടനും എൻ്റെ ഞാൻ ഫാൻസാണ്. പിന്നെ കാരണം ചെറുപ്പം മുതലേ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഈ മമ്മൂക്കനും ലാലേട്ടനെയും കാണണം എന്നുള്ളത്. ലാലേട്ടനെ ഞാൻ നേരത്തെ കണ്ടിരുന്നു, ഒരു 5 വർഷം മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു മമ്മൂക്കനെ കാണാൻ. ഞാൻ മമ്മൂക്കനെ നേരിട്ട് കാണുന്നൊക്കെ സ്വപ്നം കാണുമായിരുന്നു. മമ്മൂക്കനെ കണ്ടു, മമ്മൂക്ക എന്നോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എപ്പോഴും സ്വപ്നം കാണുമായിരുന്നു. എനിക്ക് തോന്നുന്നു മമ്മൂക്ക എന്നെ കാണുന്നതിൻ്റെ തലേ ദിവസം പോലും ഞാൻ മമ്മൂക്കനെ കാണുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ട്. അതെനിക്കറിയാം നാളെ കാണാൻ പോകാന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കണ്ടാൽ തോന്നുന്നു. അതിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഞാൻ ചെന്നൈയിലായിരുന്ന സമയത്താണ് മമ്മൂക്കനെ കാണാൻ പോയത്. എനിക്ക് ശരിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം മമ്മൂക്ക 4:30 എത്താൻ പറഞ്ഞിരുന്നു. അപ്പോൾ 4:30 സമയം കഴിഞ്ഞ് ബ്ലോക്കിൽ പെട്ട് ഞങ്ങൾക്ക് 5 മണിയായി. അപ്പോൾ മമ്മൂക്കൊക്കെ എന്താ പ്രോഗ്രാം ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ വിഷ്ണുണ്ടായിരുന്നു. ഞങ്ങൾ കിതച്ച് കുറേ ഇറങ്ങി നടന്നു, കുറേ കാറിൽ കയറും, അങ്ങനെ ഓടി കിതച്ചിട്ട് അവിടെ എത്തി. ചോർജേട്ടൊക്കെ വിളിച്ചു, വേഗം വായോ എന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ അവിടെ എത്തിയിട്ട് മമ്മൂക്കയുടെ കാരവാനിൽ വാതിലൊക്കെ തുറന്നു വന്നു. മമ്മൂക്ക ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. ഭയങ്കര എനിക്ക്, കാരണം മമ്മൂക്ക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. പുറത്തുനിന്ന് കേട്ട് മമ്മൂക്ക ഭയങ്കര സീരിയസ് ആണെന്ന് കേട്ടിരുന്നു. പക്ഷെ അന്ന് കണ്ടപ്പോൾ ഒന്നും അങ്ങനെ ഒരാളെ അല്ല മമ്മൂക്ക. ഭയങ്കര കൂളായിട്ട് സംസാരിച്ചത്. എനിക്ക് ഒരുപാട് സ്നേഹം കൂടി. ഒരു വ്യൂവറായിട്ട് നോക്കിയാൽ ഏതു ആക്ടറെയാണ് കൂടുതൽ ഇഷ്ടം? അങ്ങനെയാണെങ്കിൽ എനിക്ക് ലാലേട്ടൻ്റെയും മമ്മൂക്കനെയും കൂടിയാണ് അഭിനയിക്കാൻ ഇഷ്ടം. അങ്ങനെ അത് എനിക്ക് കിട്ടണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ ഒരു വലിയ നഷ്ടമായി പോവും. ചെറിയ ക്യാരക്ടർ ആണെങ്കിലും ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെ കൂടെയൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ പോവും. നിങ്ങൾ കല്യാണം കഴിച്ചത് അധികമാർക്കും അറിയില്ല തോന്നുന്നു. ആരെങ്കിലും എപ്പോഴെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ വന്നതിന് ശേഷം? വരാറുണ്ട്. പലപ്പോഴും പേജിലൊക്കെ ഇങ്ങനെ പ്രപ്പോസൽസ് വരാറുണ്ട്. അപ്പൊ ഞാൻ വിഷ്ണുവിനെ വിളിച്ച് കാണിച്ചു കൊടുക്കും. പലപ്പോഴും വിഷ്ണുവിൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അതിന്. ഹസ്ബൻഡ് ഒരു ഫോട്ടോഗ്രാഫറും നിങ്ങളൊരു ആക്ട്രസും, ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഹസ്ബൻഡിന്റെ ഫുൾ ടൈം മോഡൽ നിങ്ങളാണോ? അതെ, വീട്ടിൽ പോയി ഞങ്ങൾക്ക് ഇതാണ് പണി. വിഷ്ണുവിന് ഓരോ പിന്നെ ഫോട്ടോ ഒക്കെ പരീക്ഷണം എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ട് എന്നെയാണ് മോഡലാക്കി നിർത്താറ്. ക്രിസ്മസിനായിരുന്നല്ലോ ഈ സിനിമ റിലീസാവാനിരുന്നത്. എങ്ങനെയോ അത് ഡിലേ ആയി. ഇതിനെപ്പറ്റി എന്താണ് തോന്നുന്നത്? ശരിക്കും ഈ സമരം അല്ലെങ്കിൽ സിനിമ, അത് രണ്ട് ഭാഗത്ത് തെറ്റോ ശരിയോ എനിക്കറിയില്ല. പക്ഷേ ശരിക്കും ഈ ക്രിസ്മസ് ടൈം നമ്മൾ ശരിക്കും സിനിമകളൊക്കെ വന്ന് ആഘോഷിക്കുന്ന ടൈമാണ്. ഇപ്പം ശരിക്കും എൻ്റെ ഫുക്രി, അങ്ങനെ ലാലേട്ടൻ്റെ പടം, ദുൽഖറിൻ്റെ പടം, എല്ലാവരുടെ പടവും ഇറങ്ങിയൊരു ആഘോഷമാക്കാൻ ഇരിക്കുകയായിരുന്നു. ക്രിസ്മസിൻ്റെ ടൈമിലൊക്കെ ഞങ്ങൾ ഫാമിലി മൊത്തം എപ്പോഴും എല്ലാ സിനിമയും പോയി കാണാറുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിലായിരുന്നു ക്രിസ്മസിൻ്റെ ടൈമിൽ. അപ്പോൾ അന്നിങ്ങനെ ടൗണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എനിക്ക് ശരിക്കും തിയേറ്റർ കണ്ടപ്പോൾ ഭയങ്കര വിഷമം. എല്ലാം അടച്ചിടക്കുകയാണ്. ഒരു ബഹളം ഒന്നുമില്ല, ഒരു ഉത്സാഹമൊന്നും ഉണ്ടായിരുന്നില്ല ടൗണിലൊന്നും. ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു സിനിമയിൽ നിന്ന് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. ലൈറ്റ് ബോയ് മുതൽ സൂപ്പർ സ്റ്റാർ അടക്കം ഒരുപാട് പേര് സിനിമയിൽ നിന്ന് ജീവിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമ എന്നുള്ളത്. അപ്പം ഒരു സിനിമയുടെ റിലീസിങ്ങിന് നിന്ന് പോവാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ സൈഡിൽ ഒരു സിനിമ റിലീസാകുമ്പോൾ കടല വിൽക്കുന്നവർ വരെ അല്ല ജീവിച്ചു പോകുന്നവരാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര വിഷമം തോന്നി, ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ. സത്യം, സിനിമ എന്നുള്ളത് എനിക്കൊന്ന് സാംസ്കാരികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നമ്മളെ സമൂഹത്തെ ഒരുപാട് മുന്നോട്ട് നയിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു അതിൻ്റെ കറക്റ്റ് ടൈമിൽ നിന്നു പോവാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം തോന്നി. സിനിമയെ സ്നേഹിക്കുന്നവർക്ക് അത് അറിയുള്ളൂ. ഫുക്രിയും അങ്ങനെ ഓരോ മൂവീസും ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു 2016? നല്ല വർഷമായിരുന്നു എനിക്ക് 2016. ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റി. എനിക്കൊന്ന് ഹാപ്പി വെഡ്ഡിങ് റിലീസായി, ഒരു 105 ദിവസം അത് ഓടിയത് കഴിഞ്ഞ് ഫുക്രി,
സർവോപരി പാലാക്കാരൻ, മറുപടിയിൽ ഒരു ക്യാരക്ടർ ചെയ്തു. അപ്പം എനിക്കൊന്ന് സിനിമ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2016 ഭയങ്കര അടിപൊളി വർഷമായിരുന്നു. സിനിമയായാലും അല്ലാത്ത രീതിയിലായാൽ പോലും എനിക്ക് ഭയങ്കര ഒരുപാട് സന്തോഷം നൽകിയ വർഷമാണ്. ശോഭനെ പോലെയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഡ്രീം ക്യാരക്ടർ ഉണ്ടോ മനസ്സിൽ? ചെയ്യാൻ പ്രത്യേകിച്ചും ആഗ്രഹമുള്ള എന്തെങ്കിലും? ഡാൻസുമായിട്ട് റിലേഷനുള്ളൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ആ ഒരു ഡാൻസിനെ കുറിച്ച് എനിക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നന്നായി ചെയ്യാൻ പറ്റും, എനിക്ക് ആ ഒരു വിശ്വാസമുണ്ട്. അപ്പം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല. എനിക്ക് ഇനി വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടർ ചെയ്യാൻ അങ്ങനെ തോന്നിയിട്ടില്ല. തോന്നാറുള്ളത് പണ്ട് ശോഭന ചേച്ചിയുടെയും ഉർവശി ചേച്ചിയുടെ ഒക്കെ സിനിമ കാണുമ്പോൾ അതുപോലെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയല്ല നമുക്ക് അഭിനയിക്കാൻ അത്ര ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടർ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കാറുണ്ട് ഞാൻ. ചില സിനിമ കാണുമ്പോൾ നമ്മളാണോ ആ ക്യാരക്ടർ എന്ന് തോന്നിപ്പോകാറില്ലേ, അതുപോലത്തെ ക്യാരക്ടേഴ്സ് കിട്ടിയാൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അനുവിന് മൂവിയിൽ വന്നതിന് ശേഷം എങ്ങനെയുണ്ട് ഫാമിലി സപ്പോർട്ടെല്ലാം? ഫാമിലി എനിക്ക് ചെറുപ്പം മുതലേ കലാപരമായിട്ടുള്ള മേഖലയിൽ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. കാരണം എൻ്റെ ഫാമിലിയിൽ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫാമിലിയാണ്. അച്ഛൻ കോർപ്പറേഷനിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരു നാടക നടൻ കൂടിയാണ്. അമ്മ ഡാൻസ് ടീച്ചറാണ്. ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, കലാമണ്ഡലം സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ്. ഷൂട്ടിലൊക്കെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഫാമിലി എല്ലാവരും, ഫാമിലിയും നാട്ടുകാരും ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. ഫാമിലി അതിൻ്റെതായ രീതിയിൽ, ഫിലിം അതിൻ്റെതായ രീതിയിൽ. അതിൻ്റെ വ്യത്യാസം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് വിഷ്ണുവിനൊക്കെ എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് വിട്ടു നിൽക്കുന്നൊരു ഫീലൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഫാമിലി അച്ഛനെ വിഷ്ണുവായിട്ടില്ലെങ്കിൽ എൻ്റെ അച്ഛനും അനിയത്തി അമ്മ അങ്ങനെ ആരെങ്കിലും വരും. അതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. അതുകൊണ്ട് എനിക്ക് ഫാമിലി വിട്ടു നിൽക്കുന്നൊരു ഫീലൊന്നും ഉണ്ടായിട്ടില്ല. എപ്പോഴും ഞാൻ സിനിമയിലേക്ക് വന്നതിന് ശേഷം ഒരു ക്യാരക്ടർ വ്യത്യാസം വന്നു അങ്ങനെയൊന്നുമില്ല. മുമ്പ് എപ്പോഴാണ് ഉണ്ടായിരുന്നത് അതുപോലെയാണ് ഇപ്പോഴും. അതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഫാമിലി. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഹാപ്പി ന്യൂ ഇയർ. ഇപ്പം ന്യൂ ഇയറിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഒപ്പം ഞങ്ങളുടെ ഫുക്രി ഉണ്ടാവും, അച്ചായൻസ് ഒക്കെ ഉണ്ടാവും. അച്ചായൻസ് മാർച്ചിലായിരിക്കും. അപ്പം എല്ലാ സിനിമയും എല്ലാവരും പോയി കാണണം. ടാറ്റാ.